വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും സീസൺ 3യിൽ ബാലുവും നീലുവും പിള്ളേരും ഉണ്ടാവത്തില്ല, പുതിയ കഥാപാത്രങ്ങളും പുതിയ ആർട്ടിസ്റ്റുകളുമായിരിക്കും എന്നുള്ള രീതിക്കുള്ള കുറേ റൂമേഴ്സ്, കുറേ ന്യൂസസ് ഒക്കെ ഇപ്പോൾ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ട് നമ്മുടെ ഈ ചാനലിൽ സബ്സ്ക്രൈബർ എല്ലാവരും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഫുൾ വീഡിയോ, അതിനെക്കുറിച്ചുള്ള ഫുൾ ക്ലാരിഫിക്കേഷൻ വീഡിയോ നമ്മളുടെ സെക്കൻഡ് ചാനലായ ഫസ്റ്റ് കോപ്പി എന്ന ചാനലിൽ നമ്മൾ ദിവസവും അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പുമുളകിൻ്റെ. പക്ഷെ അത് അധികം പേരിലേക്ക് എത്തുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ചാനലിൽ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഉപ്പുമുളകും അപ്ഡേറ്റ് ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയം, ഉപ്പുമുളകും സീസൺ 3 ആരംഭിക്കും, പക്ഷേ അതിൽ ബിജു സോപാനും, നിഷ സാരംഗ്, ജൂഹി റുസ്തഗി, ഋഷി, ശിവാനി, അൽസാബിത്ത്, അമേയ, അതായത് ഇപ്പോൾ നമ്മൾ ഉപ്പുമുളകും ആർട്ടിസ്റ്റുകളാരും തന്നെ ഉണ്ടാവത്തില്ല, പുതിയ ആർട്ടിസ്റ്റുകളായിരിക്കും എന്ന രീതിക്കുള്ള ഒരു ന്യൂസാണ് ഇപ്പോൾ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. അതിന് കാരണം വെച്ചത് ബാലുവിൻ്റെയും നീലുവിൻ്റെയും പുതിയൊരു ഇൻ്റർവ്യൂ ആണ്. അവരുടെ പുതിയ പരിപാടിക്ക്, അതായത് സർവകലാ വല്ലഭ കലാശാല എന്ന പുതിയ പരിപാടിയോടനുബന്ധിച്ച് അവരുടെ പ്രൊമോഷന് വന്നപ്പോൾ അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉപ്പുമുളകും സീസൺ 3യുടെ ചർച്ചകൾ ചാനലിൽ ശക്തമായി നടക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഞങ്ങളെ അറിയിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാവത്തില്ല. അവർക്ക് പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാനായിരിക്കും താല്പര്യം, അതുകൊണ്ടായിരിക്കും നമ്മളെ അറിയിക്കാത്തത് എന്ന രീതിക്ക് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയിച്ചാൽ മാത്രമേ പോകത്തുള്ളൂ, അറിയിച്ചില്ലെങ്കിൽ അവർ പുതിയ ആർട്ടിസ്റ്റിനെ വെച്ച് തുടങ്ങും. ഉപ്പുമുളകും സീസൺ 3 ഇവരില്ലാതെ ആയിരിക്കും തുടങ്ങുക എന്ന രീതിക്ക് ബാലുവും നീലുവും ഒരുമിച്ച് ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട എല്ലാ ഉപ്പുമുളകും ഫാൻസും ഷോക്ക്ഡാണ്. അവരുണ്ടാവില്ലേ എന്ന് പറഞ്ഞ് നിരന്തരം നമുക്ക് കമൻറ്റ് ബോക്സുകളിൽ മെസ്സേജുകൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പം നമ്മൾ അന്വേഷിച്ചതിൽ വെച്ചും നമ്മളുടെ ഒരു സ്റ്റാറ്റ്സ് വെച്ചും നമ്മളിന്ന് പറയാൻ പോവുകയാണ് ഇതിനുള്ള ഒരു വ്യക്തമായ ഉത്തരം. ഉപ്പുമുളകും സീസൺ 3 ഇവരില്ലാതെ തുടങ്ങാൻ സാധ്യതകൾ കുറവാണ്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ നമ്പർ 1 സിറ്റ്കോം പരിപാടി എന്നത് അത് ഉപ്പുമുളകും തന്നെയാണ്. അതിൻ്റെ അടുത്ത് വരാൻ വേറെ ഒരു പരിപാടിക്കും കഴിയത്തില്ല, അത്രത്തോളം ഫാൻ ബേസ് ഉള്ളൊരു പരിപാടിയാണ്. മാത്രമല്ല അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സും സോഷ്യൽ മീഡിയയിൽ സെപ്പറേറ്റ് ഫാൻ ബേസും ഫാൻ പേജസൊക്കെ ഉണ്ട്. അപ്പോൾ അത്രത്തോളം സക്സസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി പെട്ടെന്ന് നിർത്താൻ കാരണം ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രം തന്നെയാണ്. ഇത് നമ്മൾ ഒഫീഷ്യലായിട്ട് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. ആദ്യം ഉപ്പുമുളകിൻ്റെ ആ ഒരു ടൈമിങ് മാറ്റാനായിരുന്നു പ്ലാൻ, പിന്നെ വേറൊരു പരിപാടി, അതായത് അമ്മേ ഭഗവതി എന്നൊരു പരിപാടിയായിരുന്നു മാറ്റാൻ, അത് നിർത്തിവെക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചാനൽ. പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു ഉപ്പുമുളകും ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട്, എന്തായാലും ആർട്ടിസ്റ്റുകളും ഇല്ലല്ലോ, അപ്പോൾ ഉപ്പുമുളകും ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം, അപ്പോൾ ഒരു ചെറിയൊരു പമ്പ് കിട്ടും, അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി റീച്ച് കൂടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുക മാത്രമാണ് ഉപ്പുമുളകിനെ. സീസൺ 3 ഉടൻ തുടങ്ങുമെന്ന രീതിക്ക് ശ്രീകണ്ഠൻ നായർ സാർ അടക്കം മോർണിംഗ് ഷോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീസൺ 3ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു ന്യൂസ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ഉപ്പുമുളകും സീസൺ 3 ആരംഭിക്കുകയാണെങ്കിൽ അതിൽ നമ്മളുടെ ഉപ്പുമുളകും ആർട്ടിസ്റ്റുകൾ ഇല്ലാതെ തുടങ്ങത്തില്ല. ബാലുവായിട്ട് ബിജു ചേട്ടനും നീലുവായിട്ട് നിശ്ചയിച്ചും കുട്ടികളായിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നോ അവർ തന്നെ ആയിരിക്കും ഉപ്പുമുളകും സീസൺ 3യിലും തിരിച്ചു വരാൻ പോകുന്നത്. ഇപ്പോൾ തൽക്കാലം നടക്കുന്നത്, അതായത് സീസൺ 3ൻ്റെ ചർച്ചകൾ, ക്രൂ മെമ്പേഴ്സ്, സ്റ്റോറി ലൈൻ എങ്ങനെയുണ്ടാകണം, ഏതൊക്കെ ആർട്ടിസ്റ്റുകൾ വരണം, ഏതൊക്കെ ആർട്ടിസ്റ്റുകൾ സീസൺ 2 നിന്ന് ഒഴിവാക്കണം എന്നുള്ള ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റോറി ലൈനും എല്ലാം ഫിക്സാക്കിയ ശേഷമായിരിക്കും ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിലേക്ക് പോവുക, അപ്പോഴായിരിക്കും ഇവരെ എല്ലാവരെയും അറിയിക്കുക. അവർ ഇൻ്റർവ്യൂവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാനലിൽ നിന്നൊരു വിളി വന്നാൽ ഉറപ്പായിട്ടും പോകുമെന്നുള്ള രീതിക്ക്. അപ്പോൾ ഉറപ്പായിട്ടും വിളി വരും, അവരില്ലാതെ അവരുപ്പുമുളകും എന്നൊരു പരിപാടിക്ക് മാർക്കറ്റിംഗ് ഇല്ല, അവർ തന്നെയാണ് ഉപ്പുമുളകിൻ്റെ ഫേസ്. ഇനി പുതിയൊരു ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് ഉപ്പുമുളകിൽ ഒരു പുതിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. നമുക്കറിയാം, മുടിയൻ കഴിഞ്ഞ സീസൺ 2 പകുതിക്ക് വെച്ച് മാറി നിന്നപ്പോൾ തന്നെ ഒരു ഭൂരിപക്ഷം ഓഡിയൻസ് ഉപ്പുമുളകും വിട്ടു പോയിട്ടുണ്ടായിരുന്നു, മുടിയൻ വന്നാലേ തിരിച്ച് കാണുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ ആർട്ടിസ്റ്റുകളെ മുഴുവനും മാറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കിട്ടിയ സപ്പോർട്ട് ഉറപ്പായിട്ടും തിരിച്ചു കിട്ടില്ല എന്നുള്ളത് കൺഫേമാണ്. അതുകൊണ്ട് അത്തരമുള്ളൊരു മണ്ടത്തരം തീരുമാനം ചാനലിൽ നിന്ന് എടുക്കത്തില്ല എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. എൻ്റർടൈൻമെൻറ്റ് ഷോ എന്നതിലുപരി ഇതൊരു ബിസിനസ്സാണ്. അപ്പോൾ ആ ഒരു ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് പോകാനായിട്ട് എല്ലാവരും നോക്കത്തുള്ളൂ. അപ്പോൾ അതിന് ഇവരുടെ ഫേസ് വേണം, ഇവരില്ലാതെ സീസൺ 3 നടക്കത്തില്ല. ഇപ്പോൾ സീസൺ 3 ആരംഭിക്കുമ്പോൾ ഇവരുമായിട്ട് തന്നെ ആയിരിക്കും അത് ആരംഭിക്കുക, ഇല്ലെങ്കിൽ സീസൺ 3 ഉപ്പുമുളകും വേറൊരു ആർട്ടിസ്റ്റുകളെ വെച്ച് തുടങ്ങാൻ സാധ്യതയില്ല. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ അവരങ്ങനെ പറയാൻ കാരണം തൽക്കാലം അവരെ അറിയിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രം തന്നെയാണ്. അറിയിക്കാതിരിക്കാൻ കാരണം അതിനായിട്ടുള്ള സമയം വന്നിട്ടുണ്ടാവില്ല, ഒരു 3 മാസം ബ്രേക്കൊക്കെ തന്നെയായിരിക്കും അവരും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉപ്പുമുളകും നിർത്തിയിട്ട് ഓൾമോസ്റ്റ് 1.5 മാസം തന്നെ തികയുന്നുള്ളൂ. അപ്പോൾ അവസാന ഘട്ടത്തിൽ അവരുടെ ഡേറ്റൊക്കെ നോക്കിയിട്ടായിരിക്കും ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവസാന ഘട്ടത്തിൽ എന്തായാലും ഇവരെ അറിയിക്കുക തന്നെ ചെയ്യും. അതാണ് ഈ ഒരു കൺഫ്യൂഷന് മൊത്തം കാരണം. എപ്പോഴാണ് ഉപ്പുമുളകും സീസൺ 3 സ്റ്റാർട്ടാവുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ജൂലൈ എൻഡോടെ അല്ലെങ്കിൽ ജൂലൈ മിഡിലേക്ക് ആയിരിക്കും എപ്പിസോഡുകൾ നമ്മളിലേക്ക് വരിക. ഒരു ജൂൺ പകുതിയോടെ അല്ലെങ്കിൽ എൻഡോടെയൊക്കെ ഷൂട്ടിങ് സ്റ്റാർട്ടാവും എന്നാണ് നമുക്ക് അവസാനം പറയാൻ സാധിച്ചത്. ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റുകൾ തരുന്നതായിരിക്കും. ഏതായാലും ഉപ്പുമുളകും സീസൺ 3യിൽ ബാലുവും നീലുവും പിള്ളേരും എല്ലാവരും ഉണ്ടാവുക തന്നെ ചെയ്യും. നമ്മളുടെ പഴയ ആർട്ടിസ്റ്റുകൾ തന്നെ ഉണ്ടാകുമെന്ന് ചെയ്യുന്നത് നമുക്ക് വിശ്വസിക്കാം. അവരെ മാറ്റി എന്നുള്ളത്
ചെറിയൊരു കൺഫ്യൂഷൻ്റെ ഭാഗമായിട്ട് നടന്നത് മാത്രമാണ്. ഇനിയിപ്പോൾ അതിൽ വല്ല ചേഞ്ചസ് ഉണ്ടെങ്കിലും നമ്മൾ അറിയിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ ഉപ്പുമുളകിൻ്റെ ദിവസം അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുന്ന ചാനൽ നമ്മളുടെ സെക്കൻഡ് ചാനലായ ഫസ്റ്റ് കോപ്പി എന്നൊരു ചാനലാണ്. നിങ്ങൾ ഈ ഒരു ചാനൽ തന്ന സപ്പോർട്ട് എല്ലാം നമ്മൾ ആ ഒരു ചാനലിലേക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നിരന്തരമായ അപ്ഡേറ്റുകൾ ഉപ്പുമുളകിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ആ ചാനലിലായിരിക്കും വരിക. സോ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.